അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് മതപരമായ അറിവ്, ശർഈയായ ഇൽമ്, അതിനെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ അറിയുന്ന ചില അടിസ്ഥാനങ്ങൾ, മറന്നുപോകാൻ പാടില്ലാത്ത, ഓർമ്മയിൽ നിന്ന് വിട്ടുകളയാൻ പാടില്ലാത്ത, അശ്രദ്ധരാകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തൽ ഈമാനുള്ളവർക്ക് ഉപകാരപ്രദമാവും, ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകൾ വീണ്ടും ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവന്റെ ദീനിൽ ഉപകാരപ്രദമായ അറിവ് അങ്ങേയറ്റം നൽകുമാറാവട്ടെ. നമുക്കറിയാം, മതപരമായ അറിവ്, ശർഈയായ ഇൽമിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഫളലുകൾ, മഹത്വങ്ങൾ, അത് പരാമർശിക്കുന്ന ആയത്തുകളും ഹദീസുകളും അത് ഓരോന്നോരോന്നായി എണ്ണിപ്പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു മജ്ലിസോ 2 മജ്ലിസോ അല്ലെങ്കിൽ 10ഓളം മജ്ലിസുകളോ മതിയാകാതെ വരും. ആ ആയത്തും ഹദീസും മാത്രം പറഞ്ഞ് അതിന്റെ അർത്ഥം പറയാൻ മാത്രം. കാരണം അത്രയധികം ഖുർആന്റെ ആയത്തുകളിലും സ്വഹീഹായ ഹദീസുകളിലും ഇൽമിന്റെ ശ്രേഷ്ഠതകൾ അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, നീ ചോദിക്കുക, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ഒരിക്കലും സമമാകൂല. ഒരു വിഷയത്തിലും സമമാകൂല, ഒരു രീതിയിലും സമമാകൂല. ഒരു സ്ഥലത്തും, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, ഒരു സന്ദർഭത്തിലും അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസുകളിൽ ഒരുപാട് സന്ദർഭങ്ങൾ കാണാം. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അത്തരം ആയത്തുകളും ഹദീസുകളും ഒന്നുകൂടെ ആവർത്തിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ മതപരമായ അറിവ് അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണ് എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലക്ഷ്യം ഫമൻ ദുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അവൻ വിജയിച്ചു, അവനെ വിജയിച്ചിട്ടുള്ളൂ. യഥാർത്ഥ വിജയം അവനാണ് കരസ്ഥമാക്കിയത്. ഈ ഒരു വിജയം കരസ്ഥമാക്കി യഥാർത്ഥ വിജയികളായി തീരുവാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതൊക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മതപരമായ അറിവിന്റെ പ്രാധാന്യം, ശർഈയായ ഇൽമിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായി ദീനിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തമായ മറുപടി തരാൻ ഇവിടെ ഇരിക്കുന്നവരിൽ 90% ആളുകൾക്ക് സാധിക്കും, എനിക്കറിയാം. അത് നമ്മളത് മനസ്സിലാക്കാതെ പോയാലുള്ള പ്രശ്നം, അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരമാവധി തൗഹീദൊക്കെ അനുസരിച്ച്, ഈമാനൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നമ്മൾക്ക് ഈ പ്രയാസം അല്ലെങ്കിൽ ഈ അപകടങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ, മനഃപൂർവ്വമല്ലാതെ ആ അപകടങ്ങളിൽ ചെന്ന് വീണേക്കാം. ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അങ്ങനെ നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനായി തീർന്നേക്കാം. ചിലപ്പോൾ കാലാകാലം നരകത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥയിലേക്ക്. അല്ലാഹു മുസ്തആൻ. വല്ലാത്തൊരു ദുരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അറിവില്ലായ്മ. ആർക്ക് പറയാൻ സാധിക്കാം? ഒരു മനുഷ്യനെ നരകത്തിൽ കാലാകാലം ശാശ്വതനാക്കുന്ന, ഖാലിദൻ മുഖല്ലിദനാക്കുന്ന കാര്യങ്ങൾ 3 എണ്ണം.
ഒന്നാമത്തത് ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്ക്. രണ്ടാമത്തേത് കുഫറുൻ അക്ബർ, വലിയ കുഫർ. മൂന്നാമത്തേത് നിഫാഖുൻ അക്ബർ. ബറക്കല്ലാഹു. ഈ 3 കാര്യങ്ങൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെപ്പോഴാണ് ഒരു കാര്യം ഷിർക്കാവുക, അതിന്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മേഖലകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാനും അങ്ങനെ നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കാനും സാധിക്കുള്ളൂ. ഇത് 3 അറിയാത്തവൻ അവന്റെ തടി നരകത്തിന് സലാമത്തായിട്ടുണ്ടോ എന്ന് അവൻ ഉറപ്പാക്കിയിട്ടില്ല എന്നർത്ഥം. അത്രയും നമ്മൾ അറിവിലേക്ക് അത്രയധികം ആവശ്യക്കാരാണ്. മതപരമായ അറിവിലേക്ക്, ശർഈയായ ഇൽമിലേക്ക് നമ്മൾ അത്ര കണ്ട ആവശ്യക്കാരാണ്. ഇതുപോലെ നമ്മൾ നരകത്തിന് രക്ഷപ്പെടുക മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യമാണെന്ത്? നരകത്തിന് രക്ഷപ്പെടുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് കാലാകാലം നരകത്തിൽ പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അതിനേറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുഫറിന്റെ ഒക്കെ ഇനങ്ങൾ ഒരുപാട് ഇനങ്ങളാണ്. ശിർക്കൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടും കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. കുഫർ എന്ന് പറയുമ്പോൾ സംസാരം കൊണ്ടാവുന്ന കുഫറുകളുണ്ട്, പ്രവർത്തനം കൊണ്ടുവരുന്ന കുഫറുകളുണ്ട്, വിശ്വാസം കൊണ്ടുവരുന്ന കുഫറുകളുണ്ട്, സംശയം കൊണ്ടുവരുന്ന ഉപേക്ഷ കൊണ്ടുവരുന്ന കുഫറുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കുഫറുകളുണ്ട്. ചെറിയ കുഫറുകളല്ല, ഒരുത്തനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വലിയ കുഫറുകൾ ഒരുപാട് ഇനങ്ങളും തരങ്ങളുമാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാതെ, അല്ലെങ്കിൽ എല്ലാം പഠിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങേയറ്റം പ്രചരിച്ചിട്ടുള്ള ഷിർക്കിന്റെയും കുഫറിന്റെയും നിഫാഖിന്റെയും ഇനങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളിൽ അത് കടന്നു വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെ പറ്റി എന്താ പറഞ്ഞത്? ഷിർക്ക് എന്നുള്ളത് കറുത്ത ഒരു ഉറുമ്പ് നിങ്ങളുടെ അടുക്കലേക്ക് നടന്നു വന്ന്, കറുത്ത ഇരുട്ടുള്ള ഒരു സമയത്ത് കറുത്ത പാറപ്പുറത്തോട് നടന്നു വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗോപ്യമാണോ അതിനേക്കാൾ ഗോപ്യമായി ഷിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപകടം പിടിച്ച കാര്യങ്ങൾ അത്രയും ഗോപ്യമായിട്ടായിരിക്കും, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത തരത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യരുത്, നിർഭയനായിരിക്കരുത്. എന്റെ കാര്യം എന്തായി, സൈഫായി, ഞാൻ ഇനി മരിക്കേണ്ട ആവശ്യമുള്ളൂ, ഞാൻ എന്ത് ചെയ്യാൻ, റൂഹ് പോയി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് എത്തുന്നുള്ളൊരവസ്ഥയിൽ നിർഭയനായിരിക്കുന്ന അവസ്ഥ നമുക്കൊരിക്കലും പാടില്ല. എപ്പോഴല്ലാതെ അറിവ് കരസ്ഥമാക്കി അതിനടിസ്ഥാനത്തിൽ അമല് ചെയ്തിട്ടല്ലാതെ. ഇതേറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയാം, ഏറ്റവും ആദ്യത്തെ പടി. ഈ ഒരു പടി അതുപോലും ആ ഒരു ഘട്ടം പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾ അവൻ അങ്ങേയറ്റം വലിയ നഷ്ടത്തിലാണ്. അല്ലെങ്കിൽ നഷ്ടത്തിലാണെന്നല്ല, പക്ഷെ നഷ്ടത്തിലാകാൻ വളരെ സാധ്യതയുണ്ടെന്ന് പറയുന്ന കുറച്ചുകൂടി കൃത്യമായ വാക്ക്. അവൻ അങ്ങേയറ്റം വലിയ നഷ്ടത്തിൽ പെട്ടുപോകാൻ വളരെയധികം സാധ്യതയിലാണ് അവന്റെ ജീവിതം ഇപ്പോൾ നിലവിലുള്ളത്. ഇതാദ്യത്തെ പടി. ഇനി കുറച്ചുകൂടി അടുത്ത പടി, നരകത്തിൽ തീരെ പ്രവേശിക്കേണ്ടതില്ലാത്ത അവസ്ഥ, കാലാകാലം പ്രവേശിക്കുന്ന അവസ്ഥ. ചില ആളുകൾ നരകത്തിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യും, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവൻ നരകത്തിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ എത്തണമെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റികൾ, എങ്ങനെയുള്ള വ്യക്തിയെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് രക്ഷപ്പെടുത്തുക, അവൻ എന്തൊക്കെ ക്വാളിറ്റികളാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെ ഓരോരോ പടികളിലും നമ്മുടെ ലക്ഷ്യത്തിൽ, നമ്മുടെ ജീവിത വിജയത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഈ അറിവെന്നുള്ളത് വളരെ അത്യന്താപേക്ഷികം, വളരെ അനിവാര്യം. നമുക്ക് ഈ അറിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ചെയ്തിട്ട് ഇനി കാര്യമില്ല. നമ്മൾ അറിവില്ലാതെ, നമ്മുടെ ദീനിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ഇത് ശരിയായിരിക്കും, ഇങ്ങനെ ചെയ്താൽ റബ്ബിന്റെ അടുക്കൽ ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എനിക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടിയേക്കാം എന്നൊരു ഏകദേശ കണക്ക് വെച്ച്, നിഗമനം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ദീനിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു പ്രവർത്തനം ആരാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം റദ്ദ, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇൽമിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രാധാന്യവും ഒരുപാട് പറയാനുണ്ട്.
ഒരുപാട് രീതികളിൽ രൂപങ്ങളിലൊക്കെ പറയാനുണ്ട്. ഈ ശ്രേഷ്ഠതയും അല്ലെങ്കിൽ ഈ പദവികളും അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് കിട്ടാവുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടതാണ്? നമ്മളെ തന്നെ സ്വയം പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇൽമിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഫളില്, മഹത്വം എന്നുള്ളത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും, പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇത് നമ്മൾ സ്വയം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട, ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇൽമിനോടുള്ള ഇഷ്ടം എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ശ്രദ്ധിക്കണം. ഇൽമിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് എന്നുള്ളത്, ഇൽമ് ലഭിക്കാനുള്ള ആ താല്പര്യം, ഹിർസ് എന്നുള്ളത്, അത് ഈമാന്റെ ഭാഗമാണ്. അത് ഈമാനിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല, ഈമാൻ പരിപൂർണമാകുന്നതിന്റെ അടയാളം കൂടിയാണ്. ഈമാൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ അതെന്ത് ചെയ്യും? വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ അത് നുരുമ്പി പോകും. അതിന്റെ ബലം ക്ഷയിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് എന്ത്? ഈമാന്റെ ഭാഗമായ ഇൽമിനോടുള്ള ഇഷ്ടവും അങ്ങനെ തന്നെയാണ്. ഇൽമ് കരസ്ഥമാക്കാനുള്ള താല്പര്യവും അങ്ങനെ തന്നെ. അത് കുറഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ഈ തരത്തിൽ ഇൽമിനോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ, അത് നിലനിർത്താൻ ഇൽമിനെ സംബന്ധിച്ചുള്ള അതിന്റെ ശ്രേഷ്ഠത, ഇൽമ് ലഭിച്ചാൽ കിട്ടാവുന്ന നേട്ടങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. സലഫുകൾ പല പണ്ഡിതന്മാരും എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ഗ്രന്ഥശാലയിൽ, മക്തബയിൽ, ലൈബ്രറിയിൽ ഇൽമിന്റെ ശ്രേഷ്ഠതകൾ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് ഒരു കാലാവധി, ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ഈ ഒരു കൃത്യമായ റൊട്ടീനിൽ അവരെന്ത് ചെയ്യുക? വായിക്കാനായി മാറ്റിവെക്കാറുണ്ട്. അവരത് വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. പിന്നെ എന്ത് ചെയ്യും? ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഫളലുകൾ, ശ്രേഷ്ഠതകൾ ഇങ്ങനെ വായിച്ചു പോകും. വീണ്ടും അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓർമ്മ പുതുക്കാൻ വേണ്ടി. ഈ തരത്തിൽ ഓർമ്മ പുതുക്കാൻ മാത്രം അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇൽമിന്റെ ശ്രേഷ്ഠത എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമാകുന്നതിൽ നീ ഹിർസ് കാണിക്കുക, താല്പര്യം കാണിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഒരു കാര്യത്തിന് എത്രത്തോളം ഉപകാരമുണ്ടോ അത്രത്തോളമാണ് ഒരു മുഅ്മിൻ അതിൽ താല്പര്യം കാണിക്കേണ്ടത്. ശ്രദ്ധിക്കണേ. ഒരു കാര്യത്തിൽ ദുനിയാവിലും ആഖിറത്തിലും എത്രത്തോളം ഉപകാരമുണ്ടോ അത്രത്തോളമാണ് ആ കാര്യത്തിൽ ഒരു മുഅ്മിൻ താല്പര്യം കാണിക്കേണ്ടത്, ആവേശം കാണിക്കേണ്ടത്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇസ്ലാം നന്നാവുന്നതിന്റെ അടയാളമാണ് അവൻ ഉപകാരപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുക, അത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ നേരെ മറുവശാണെന്ത്? നേരെ തിരിച്ചു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഈമാൻ നന്നാവുന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണെന്ത്? അവൻ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ അവൻ മുഴുകുക എന്നുള്ളത്. എത്രത്തോളം നമ്മൾ മുഴുകണം, എത്രത്തോളം ഉപകാരമുണ്ടോ അതിനനുസരിച്ച്, അതിന്റെ അളവിനനുസരിച്ച്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിർസ് അലാ മാ യൻഫഉ, നിനക്ക് ഉപകാരപ്രദമാകുന്നതിൽ നീ ഹിർസ് കാണിക്കുക, താല്പര്യം കാണിക്കുക. ഈ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത് വരുന്നത് ശർഈയ ഇൽമാണ്, മതപരമായ അറിവാണ്. ഈ അറിവ് നേടാനാണ് നമ്മൾ ഏറ്റവും അധികം താല്പര്യം കാണിക്കുന്നത്. ദുനിയാവിൽ എന്തൊന്ന് നേടാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നതിനേക്കാളും ഏറ്റവും അധികം നമ്മൾ താല്പര്യം കാണിക്കേണ്ടത് ഈ അറിവ് കരസ്ഥമാക്കാനാണ്. ഉറക്കം വരുന്നുണ്ടോ? ശ്രദ്ധിക്കാം. നമ്മുടെ ദുനിയാവിലാണെങ്കിലും ആഖിറത്തിന്റെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു. നരകത്തിൽ കാലാകാലം കിടക്കാതിരിക്കാനും അവിടെ നിന്ന് നരകത്തിൽ പെട്ടുപോയാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനും ഇനി അങ്ങനെ പെടാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒക്കെ നമ്മൾക്ക് ഈ അറിവ് ആവശ്യം. നിങ്ങൾക്കറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക്, അതായത് തൗഹീദുള്ള ആളുകൾക്ക് പരലോകത്തിൽ നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ മൂന്ന് തരം. അതിലൊന്നാമത്തെ നടപടിക്രമം നേരത്തെ പറഞ്ഞു, നരകത്തിൽ അവൻ പ്രവേശിക്കാൻ അർഹനാണ്.
പ്രവേശിപ്പിക്കുന്നതും പ്രവേശിപ്പിക്കാതിരിക്കുന്നതൊക്കെ റബ്ബിന്റെ തീരുമാനം. പക്ഷെ അവൻ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനാണ്. ചിലപ്പോൾ അവൻ നരകത്തിൽ പ്രവേശിക്കും, പിന്നീട് അവൻ എന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിച്ചാലും അല്ലെങ്കിലൊക്കെ അവൻ അവസാനം എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഏറ്റവും ഒന്നാമത്തെ അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നേയില്ല, പക്ഷെ അവന് വിചാരണയുണ്ട്. വിചാരണ കഴിഞ്ഞ് ദുനിയാവിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും എന്താണ് പകരം പ്രവർത്തിച്ചത് എന്നുള്ള ആ ചോദ്യവും അതിനുള്ള മറുപടിയും ഒക്കെ കഴിഞ്ഞ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിട്ടുകൊടുത്ത് അവസാനം എന്ത് ചെയ്യും? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ, നരകത്തിൽ പ്രവേശിക്കാതെ. ഇത് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ, വിചാരണയില്ല, ശിക്ഷയില്ലാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ. ഇത് ഈ മൂന്നവസ്ഥകൾ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞുതരാണ്. നിങ്ങൾ തൗഹീദുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാണ്. നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നവസ്ഥകൾ, 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കാം? ഏത് തിരഞ്ഞെടുക്കാം? സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനം പറഞ്ഞ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗം. ഈ വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തൊക്കെ ക്വാളിറ്റികൾ വേണം? ആരാ പറയാം? നമ്മൾ എന്തൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ആ കാര്യത്തിന് അതിൻ്റെതായ നിബന്ധനകൾ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി പണിപ്പെടുമ്പോൾ നമുക്കറിയാം അതിന് അതിൻ്റെതായ ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെതായ ചില ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും നമുക്കൊരു കാര്യമില്ല, നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ ആ ഒരു ബോധം എന്തുകൊണ്ടാണ് ആഖിറത്തിന്റെ വിഷയത്തിലില്ലാത്തത്, പരലോകത്തിന്റെ വിഷയത്തിൽ? ആ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ എത്ര താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മളിൽ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് റബ്ബ് ആ അവസ്ഥ തരും. നമ്മളിൽ ആ ക്വാളിറ്റി ഇല്ലെങ്കിലോ? ആ ഒരു അവസ്ഥ നമ്മൾക്ക് ഉറപ്പിക്കാൻ, എനിക്ക് ഈ ക്വാളിറ്റികളൊക്കെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ ആ ക്വാളിറ്റികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വേണ്ടേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ മുക്കും മൂലയും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ഭാഗത്തും ദീനിന്റെ ഓരോ സ്ഥലങ്ങളിലും ഇൽമിന്റെ അനിവാര്യത പ്രകടമാണ്. എല്ലാ സ്ഥലങ്ങളും ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാം. ഓരോ മേഖലകൾ എടുത്ത് പറഞ്ഞാൽ അവിടെയൊക്കെ ഇൽമിന്റെ പ്രാധാന്യം കാണാൻ സാധിക്കും, ഓരോ വിഷയത്തിൽ. ഇത് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. സലഫുകൾ പറയാറുള്ളത് പോലെ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഒരു മനുഷ്യന് അവൻ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും എത്ര കണ്ട ആവശ്യക്കാരനാണോ അതിനേക്കാൾ അവൻ ആവശ്യക്കാരനാണ് അവൻ ശർഈയായ ഇൽമിലേക്ക്, മതപരമായ അറിവിലേക്ക്. അവൻ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും ആവശ്യക്കാരനായ അതിനേക്കാൾ അവൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ് ഇതിന് ചുരുക്കം. നമ്മൾക്ക് ഓരോ വിഷയത്തിലും ഈ ഇൽമ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ഹറാമ് കലരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഇൽമ വേണം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഈ ജീവിതം, ഇപ്പം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ട്. ചിലർ വാപ്പമാരാണ്, ചിലർ മക്കളാണ്, ചിലർ സഹോദരന്മാരാണ്, ചിലർ ഭർത്താക്കന്മാരാണ്, ഒക്കെയാണ്. ഈ ഓരോ മേഖലകളിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. ഈ കടമകളെ പറ്റി കൃത്യമായ ബോധ്യമുള്ള എത്ര ആൾക്കാരുണ്ട്? ഒരു വാപ്പ എന്ന നിലയ്ക്ക് മക്കളോട് എനിക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ടെന്ന് ഒരു വാപ്പാനോട് ചോദിച്ചാൽ ആ വാപ്പാക്ക് പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരും ഈ അറിവ് നമ്മൾക്ക് കരസ്ഥമാക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. എല്ലാ മേഖലകളും അങ്ങനെ തന്നെ. കച്ചവടക്കാരനായിക്കോട്ടെ, അതല്ല മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ദിവസക്കൂലിക്കോ അല്ലെങ്കിൽ മാസം, ഇങ്ങനെ ഓരോ മേഖലകളിലും ഓരോ വിഷയത്തിലും നമ്മൾക്ക് ദീനിന്റെ അറിവെന്നുള്ളത് അങ്ങേയറ്റം നമ്മൾ ഓരോരുത്തർ ആവശ്യക്കാർ, ഓരോ വിഷയത്തിലും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിവില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അവന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ഹറാമുകൾ അവൻ അറിയാതെ ചെയ്യുന്നുണ്ടാവും.
മാനുഷികമായി തിന്മകൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം. അതിന്റെ വിഷയമല്ല പറയുന്നത്. തിന്മയാണെന്ന് എനിക്ക് അവനറിയാതെ, അവനത് ഹറാമാണെന്ന് അറിയില്ല. അവന്റെ ജീവിതത്തിൽ എന്നും ഡെയിലി ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും ഹറാമായ, വ്യക്തമായ ഹറാമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ അവനതിനെ സംബന്ധിച്ച് അറിയില്ല, ഇത് ഹറാമാണെന്ന് അറിയില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്ക് എന്റെ ജീവിതത്തിൽ ഹറാമായൊരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ഹറാമാണെന്ന് അറിയാതെ ഹലാലാണ് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ തടി സലാമത്താക്കിയിട്ടുള്ള നരകത്തുന്നത്. അതുവരെയും നമ്മുടെ കാര്യം ശക്കിലാണ്, നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല നമ്മുടെ കാര്യത്തിൽ. അങ്ങനെ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്വയം പറഞ്ഞ് പറ്റിക്കാം, അതല്ലാതെ വേറൊന്നുമില്ല. നമുക്ക് നമ്മുടെ തടി സലാമത്താക്കണമെങ്കിൽ എന്റെ ജീവിതം, എന്റെ ഡെയിലി ലൈഫിൽ രാവിലെ മുതൽ ഇന്ന കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, വീട്ടിൽ തന്നെ ഭാര്യമാരോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പെരുമാറും, മക്കളോട് ഓരോ വിഷയത്തിലും എത്ര ഹറാമുകൾ കടന്നു വരുന്നുണ്ട് അറിവില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ. അപ്പോ വിഷയം വളരെ ഗൗരവമാണ്. നമ്മൾ ഇൽമു പഠിക്കുന്നതിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. ഈ ഒരു ഞാൻ എന്താ പറയാ സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താ? പ്രശ്നം പറഞ്ഞു, അതിന്റെ ആവശ്യകതയും അനിവാര്യതയൊക്കെ സൂചിപ്പിച്ചു. ഇതിനുള്ള പരിഹാരം വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു കാര്യം ഞാൻ അറിവില്ലാതെ പറയൂല, പ്രവർത്തിക്കൂല, ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കുക, സത്യസന്ധമായി, ആരെയും കാണിക്കാൻ ബോധ്യപ്പെടുത്താനല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, അതിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാനത് പറയുള്ളൂ എന്ന ദൃഢനിശ്ചയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ദിവസം കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കാരണം ഓരോന്നും ചോദിക്കേണ്ടി വരും. രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ആ കാര്യം ചെയ്യുമ്പോൾ ഉടനെ ചോദിക്കേണ്ടി വരും, ഉസ്താദ് എങ്ങനെ ഉണ്ട്, മുന്നൊരു വിഷയമുണ്ട്, അത് ചെയ്യുന്നതിന് വിധി എന്താണ് ചോദിച്ച് ഉച്ചയാകുമ്പോൾ വീണ്ടും വിളിക്കേണ്ടി വരും. ഇങ്ങനെ തുടക്കത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ ഒരു പ്രയാസത്തിന് ക്ഷമിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി കുറച്ച് കുറഞ്ഞു വരും. ദിവസം 5-6 വട്ടം വിളിക്കുന്നത് ഒരു ദിവസം 1 വട്ടോ 2 വട്ടോ ആയി കുറയും. പിന്നെ ഇത് ആഴ്ചയിൽ 1 വട്ടം, പിന്നെ മാസത്തിൽ, പിന്നെ വർഷത്തിൽ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ അവകാശമുള്ളൂ. അതുവരെയും നമ്മൾ എന്തായിട്ടില്ല, നമ്മുടെ സ്വന്തത്തിന്റെ തടി നരകത്തിന് സലാമത്താക്കിയിട്ടില്ല. വളരെ ഗൗരവമാണ് വിഷയം. ഇൽമില്ലാതെ സ്വർഗത്ത് പോകാൻ പറ്റൂല. അപ്പോ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഈ വിഷയം വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അറിവില്ലാതെ ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത്. അത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഹലാലായിരിക്കും, ഇതിൽ ഹറാമ് കലർന്നിട്ടുണ്ടാവൂല, അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ദീന് ഉറപ്പിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നരകത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഉറപ്പിന്റെ മേൽ മാത്രം ദീൻ പ്രവർത്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോവാം. ഓരോ കാര്യങ്ങളും ഉറപ്പിച്ച്, അതിൽ ഹലാല് മാത്രമേ ഉള്ളൂ, ഹറാം അതിൽ കലർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് ചെയ്യുക. ഓരോ കാര്യങ്ങളും ഓരോ വിഷയത്തിലും, വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും, ഭാര്യമാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും, അതല്ല കൂട്ടുകാരോടാണെങ്കിലും സഹപ്രവർത്തകർ, ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നത്, പെരുമാറുന്നത്, ഓരോന്നും എല്ലാം നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു സഹായിക്കുമാറാവട്ടെ. പിന്നെ ഇതിന്റെ കൂടെ സാന്ദർഭികമായ ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൽമ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ ഇൽമ അന്വേഷിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, 2 അപകടങ്ങളാണ് സലഫുകൾ പറയാറുള്ളത് പോലെ ലാ യത്ലുബുൽ ഇൽമ മുസ്തഹീൻ വലാ മുസ്തക്ബിർ. കിബറുള്ളവനും നാണമുള്ളവനും ഇൽമ ലഭിക്കുകയില്ല എന്ന് സലഫുകൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും വിളിച്ചു ചോദിക്കാന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. അതും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ 1-2 വർഷം ഏതോ മദ്രസയിൽ പഠിച്ചിട്ടുള്ള, അങ്ങനെ നമ്മളെക്കാൾ നമ്മുടെ അത്ര പോലും
തറവാട് മഹിമയോ സാമ്പത്തികമായിട്ടുള്ള കഴിവോ ഒന്നും ഇല്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ട ഒരവസ്ഥ അത് നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും എന്തല്ല, അത് ആഖിറത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതൊരിക്കലും ഒരു നിന്ദ്യതയല്ല. ഇവിടെ ആ ജഹലിന്റെ നിന്ദ്യത രുചിക്കാത്തവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇൽമിന്റെ ലദ്ദത്ത് കരസ്ഥമാക്കാൻ സാധിക്കില്ല. അപ്പോ ഈ ഒരു അവസ്ഥ കിബറ് കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കാതെ വന്നാൽ നഷ്ടം നമ്മൾക്ക് മാത്രമാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ ഈ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിലും അതിലുള്ള ശരിയായ ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുന്നതിലും ഒരിക്കലും മടിയോ അല്ലെങ്കിൽ നാണമോ അല്ലെങ്കിൽ അഹങ്കാരമോ ഒന്നും നമ്മൾക്ക് തടസ്സമാകരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൽമു പഠിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എളുപ്പമാക്കി തന്ന ഈ കാലഘട്ടത്തിലെ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ്. ഓരോരുത്തർ ശ്രദ്ധിക്കുക. ഇന്ന് ടെക്നോളജി എന്ന് പറയുന്നത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മോഡേൺ ആയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പണ്ട് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും, ചെറിയ കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായി സുപരിചിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എളുപ്പം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ശ്രദ്ധിക്കണം. ഇൽമു പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റേത് കാലഘട്ടത്തിലേക്കാളും നമ്മൾക്ക് എളുപ്പം തന്നിട്ടുണ്ടെങ്കിൽ ആ എളുപ്പത്തിനെ പറ്റി അള്ളാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിന് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇൽമു പഠിക്കാൻ സാഹചര്യങ്ങൾ എളുപ്പമായി കിട്ടുമ്പോൾ നമ്മൾ ഇൽമു പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ച് കൂടുതൽ ഇൽമു കരസ്ഥമാക്കുന്നതിന് പകരം പിന്നെയും പിന്നെയും മടിപിടിച്ച് പുറകോട്ട് പോകുന്നത് അള്ളാഹു തന്ന ഈ അനുഗ്രഹത്തിനുള്ള നന്ദികേടാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ വിശദീകരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശർഈയായ ഇൽമു കരസ്ഥമാക്കാൻ ചെറിയ സെക്കൻഡുകൾ മാത്രം വേണ്ടി വരുന്ന പല അറിവുകളും നമ്മുടെ മുൻഗാമികൾ സലഫുകൾ ആ അറിവുകൾ കരസ്ഥമാക്കിയത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് സന്ദർഭങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അദ്ദേഹം ഒരൊറ്റ ഹദീസ് മാത്രം കേൾക്കാൻ വേണ്ടി മിസ്റിലേക്ക്, മദീനയിൽ നിന്ന് മിസ്റിലേക്ക് എന്ത് ചെയ്യണം, യാത്ര ചെയ്യണം. ഒരൊറ്റ ഹദീസ്, നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാസക്കാലം ഇങ്ങോട്ട് മാത്രം സഞ്ചരിക്കാൻ ഒരു മാസം, തിരിച്ചിങ്ങോട്ടെത്താൻ വീണ്ടും ഒരു മാസം. ഈ ഒരു മാസം മുഴുവൻ സഞ്ചരിക്കുന്നത് ഒരു ഹദീസ് കേൾക്കാൻ. ഇന്ന് നമ്മൾക്ക് അങ്ങനെയുള്ള ഹദീസുകൾ കേൾക്കാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല. ഇത് പറയുന്നത് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ വഴികൾ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഈ എളുപ്പം എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെപ്പറ്റി അള്ളാഹു നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിന്റെ വിശന്ന് പ്രയാസപ്പെട്ട് വീട്ടിലിരിക്കാൻ സാധിക്കാണ്ട് പുറത്തിറങ്ങി അങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴിയിൽ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് പുറത്തിറങ്ങിയത്, എന്താണ് ഇവിടെ വഴിയിൽ എന്താ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശപ്പ് കാരണം വീട്ടിലിരിക്കാൻ സാധിക്കാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അങ്ങനെ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ യാദൃശ്ചികമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയും അങ്ങനെ തന്നെ. അപ്പൊ ഇവർ മൂന്നാളും കൂടെ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു സഹാബി അവരുടെ വീട്ടിലേക്ക് വിരുന്ന് ക്ഷണിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിശപ്പ് നടങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഖിയാമത്ത് നാളിൽ നരകത്തെ മുന്നിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിൽ ഇതും ചോദിക്കും. ഇത് വിശന്നു വരഞ്ഞ് വീട്ടിലിരിക്കാൻ സാധിക്കാതെ പുറത്തിറങ്ങിയപ്പോൾ ഏതോ ഒരു സഹോദരൻ ഒരു വയറ് നിറയാൻ ഭക്ഷണം
നൽകിയത് അതിനെപ്പറ്റിയും അള്ളാഹു ചോദിക്കും എന്നെന്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാം. ആ ഒരു നിസ്സാരമായ നിഅമത്തിന് അള്ളാഹു കണക്ക് ചോദിക്കുമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും, നമ്മൾ വളരെ പേടിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ ചെയ്തുന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ അതിനുള്ള മറുപടി കണ്ടെത്തിയേ മതിയാവും നമ്മുടെ ജീവിതത്തിലൂടെ. ഇൽമ് ലഭിക്കാൻ ഇത്രയധികം സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്കറിയോ, ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട്, ഈ മൊബൈൽ ഫോണൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഏത് കിതാബിന്റെ വിശദീകരണം, ഏത് കിതാബ് പഠിക്കാൻ ആഗ്രഹിച്ച അതിന്റെ വിശദീകരണം ഇതിലൂടെ കിട്ടും. ഏത് കിതാബായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, അഖീദ ആയിക്കോട്ടെ, ഫിഖ്ഹ് ആയിക്കോട്ടെ, ഭാഷയായിക്കോട്ടെ, ഏത് വിഷയത്തിലുള്ള കിതാബിന് വിശദീകരണം കിട്ടും. ഏത് പണ്ഡിതനെയും കിട്ടും. ലോകത്തുള്ള ഏത് മൂലയിലുള്ള എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഇത് കിട്ടും, ഇതിലൂടെ കിട്ടും. ഇത്രയധികം സൗകര്യങ്ങൾ അള്ളാഹു നമ്മൾക്ക് എളുപ്പമാക്കി തന്നിട്ടും നമ്മൾ ഇൽമിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് നമ്മുടെ പൂർവികരുടെ ചരിത്രം ശരിക്കും അറിയാനിട്ടാണ്. അത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ വിഷയത്തിൽ നമ്മളോട് തന്നെ സ്വയം ലജ്ജ തോന്നേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തത്തോട് തന്നെ നാണക്കേട് തോന്നേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിട്ടുണ്ട്. അത്രയധികം സൗകര്യങ്ങൾ ഇല്ലാനിട്ട് അല്ലേ, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇൽമിനോട് അങ്ങേറ്റം താല്പര്യം ഉണ്ടായിട്ടും അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ വന്നിരുന്നില്ല. എന്തേ? വീട്ടിൽ പ്രയാസമാണ്, പട്ടിണിയാണ്. എന്തെങ്കിലും വിശപ്പ് ഒന്ന് ചെറുതായി ഒന്ന് അടക്കണമെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ജോലിക്ക് പോയേ മതിയാവുള്ളൂ, വേറൊരു നിവൃത്തിയില്ല. നിവൃത്തികേട് കൊണ്ട് ജോലിക്ക് പോവുകയും ഈ ജോലിക്ക് പോകുമ്പോൾ അപ്പുറത്തുള്ള തൊട്ട അയൽവാസി എന്ത് ചെയ്യും? അവിടെ എന്താണ് കേട്ടതെന്ന് കൃത്യമായി പഠിച്ച് അത് ശേഖരിച്ചത് ഒപ്പിയെടുക്കാൻ ഏൽപ്പിക്കും. എന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നാൽ ഉടൻ ആദ്യത്തെ പണി ആ പഠിച്ചതെന്ന് പറഞ്ഞു കൊടുക്കലാണ്. പിറ്റേ ദിവസം അയൽക്കാരൻ ജോലിക്ക് പോകും. 2 പേരും മാറി മാറി, 2 പേർക്കും പ്രയാസം അങ്ങേയറ്റെത്തിയത് കൊണ്ട് മാത്രമാണ്. ഈ പ്രയാസം സഹിച്ച് കടിച്ചു പിടിച്ച് വിശപ്പ് അങ്ങേയറ്റം എത്തി കല്ലൊക്കെ വയൽ കട്ടിവെച്ച് പഠിക്കാവുന്ന സ്വഹാബത്ത് വേറെയുണ്ട്. അല്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കൊക്കെ അറിയുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക്, മദീന പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിശപ്പ് കാരണം ആ നടത്തം പൂർത്തിയാക്കാൻ സാധിക്കാതെ അദ്ദേഹം ബോധരഹിതനായി മദീനയിൽ തെരുവോരങ്ങളിൽ വീണ് കിടക്കുമ്പോൾ മദീനയിലെ കുട്ടികൾ എന്തോ ഭ്രാന്തളകിയാണെന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തിയുടെ പുറത്ത് കയറി ചാടിക്കളിക്കാറുണ്ട്. ആ പ്രയാസങ്ങളിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക് വരുന്നത് നിർത്തിയിട്ടില്ല. നമുക്ക് ഇന്ന് നമ്മുടെ റിസ്ക് ഒട്ടും മുടങ്ങാതെ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഇൽമ് ലഭിച്ചുകൊണ്ടേയിരിക്കാൻ, കരസ്ഥമാക്കാൻ നമുക്കൊന്നും യാതൊരു തടസ്സമില്ല. 24 മണിക്കൂറും ഇൽമിൽ മുഴുകണമെന്ന് വിചാരിച്ചാൽ പറ്റുന്ന കാലഘട്ടമാണ് 24 മണിക്കൂർ. അപ്പോൾ ഇത്രയധികം സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എളുപ്പമാക്കി തന്നത് നമ്മൾ റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും, ഓരോരുത്തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? വളരെ വലിയൊരു അമാനത്തായി നമ്മളത് മനസ്സിലാക്കാം. അതിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും ശരിക്കും തിരിച്ചറിയാം. അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ഇൽമിലേക്ക്, നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കറിയാം, നമ്മളെ വിളിക്കുന്നത് സലഫികളെന്നാണ്. നമ്മളുടെ ഓരോ കാര്യങ്ങളും സലഫുകളുടേതുപോലെ ആകാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൽമിന്റെ വിഷയത്തിലും ഓരോ കാര്യത്തിലും എന്നതുപോലെ തന്നെ ഇൽമിന്റെ വിഷയത്തിലും സലഫുകൾ ഏറ്റവും കുറ്റമറ്റ മാതൃകകളാണ്. ഇൽമിനോട് എത്രത്തോളം താല്പര്യം കാണിക്കണം, ഇൽമ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നതൊക്കെ അവരുടെ ജീവിതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരാൾ വിശദീകരിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല. അത്രയധികം വ്യക്തമാണ്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? ഖുർആനിൽ എന്താ പറഞ്ഞ? സൂറത്തുൽ ഖിയാമയിൽ
ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. അള്ളാഹു വഹി ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുമ്പോൾ ആ ഓതി കേൾക്കുമ്പോൾ തന്നെ ധൃതി പിടിച്ചിട്ട് അത് വേഗം പഠിച്ചെടുക്കാൻ താല്പര്യം കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഓതുന്നതിന്റെ ഇടയിൽ കയറി ഓതുമ്പോൾ അള്ളാഹു വിലക്കി, അങ്ങനെ ചെയ്യണ്ട, നീ എന്ത് ചെയ്താൽ മതി, കേട്ടാ മതി. കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് ചെയ്തോളാം, അതവിടെ ഹിഫളാക്കിക്കോളാം, ഞാൻ അവിടെ കാത്തു സൂക്ഷിച്ചോളാം, പ്രയാസപ്പെടണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇൽമിനോടുള്ള താല്പര്യം. ഇൽമ ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് അത് കേട്ട് മുഴുവനാക്കാൻ പോലും ക്ഷമ കാണിക്കാതെ താല്പര്യപ്പെട്ടത് ഇടയിൽ കയറി എന്ത് ചെയ്യണം, ആവർത്തിച്ച് ചൊല്ലാൻ നിൽക്കുന്നതിന് അള്ളാഹു വിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഓരോ സ്വഹാബത്തിന്റെ ജീവിതത്തിലും ഇൽമിന്റെ പ്രാധാന്യം വളരെ വ്യക്തമാണ്. ഇത് നമ്മൾ പഠിക്കണം. നമ്മുടെ സലഫുകളുടെ ജീവിതം നാം ചരിത്രം പഠിക്കണം. അല്ലേ? ഏറ്റവും നല്ല ചരിത്രമാണ് ആരുടെ ചരിത്രം? മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കഥകൾ പറഞ്ഞിരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നൊരു കഥയാണെന്ത്? മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. മൂസാ അലൈഹിസ്സലാം ഒരിക്കൽ ബനു ഇസ്രായേൽക്കാരിൽ ഒരാൾ മൂസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും, ഇപ്പോ ഈ ദുനിയാവിലുള്ള ഏറ്റവും അറിവുള്ള ആള്, ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാം പറയും, ഞാനാണ്. കാരണം ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുക നബിമാർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, താങ്കളെക്കാൾ പല വിഷയങ്ങളിലും താങ്കളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരാൾ എന്റെ ഒരു അടിമ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് ആ അടിമയെ ആ വ്യക്തിയെ, ആ നബിയെ സ്ഥലം തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രത്യേക അടയാളം, ഒരു മത്സ്യത്തിന്റെ കൊട്ടയൊക്കെ കയ്യിൽ കരുതാനൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അന്വേഷിച്ച് പോവാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ദൂരം സഞ്ചരിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട് മൂസാ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ഭൃത്യനും. ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് അവസാനം എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആ വ്യക്തിയെ കണ്ടെത്തുന്നതോടുകൂടെ അവിടെ നിന്ന് പിന്നെ പഠിക്കാൻ ആരംഭിക്കാം. ഈ സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഗുണപാഠാണ്. അദ്ദേഹം ഒരു നബിയാണ്, അങ്ങേയറ്റം ഇൽമുള്ളൊരു വ്യക്തിയാണ്. അത്രയധികം ഇൽമുണ്ടായിട്ടും അദ്ദേഹം പിന്നെയും ഇൽമിനോട് ദാഹം അദ്ദേഹത്തിന് മാറിയിട്ടില്ല. ശ്രദ്ധിക്കണം, അദ്ദേഹത്തെക്കാൾ കുറച്ച് ഇൽമു കൂടുതലുണ്ടെന്ന് ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? എങ്ങനെ ആ ഇൽമ എങ്ങനെ കരസ്ഥമാക്കണം? എനിക്ക് ഇത്രയും അറിവുണ്ട്, ഇന്ന് ഈ ദുനിയാവിൽ ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള വ്യക്തി ഞാനാണ്. പക്ഷെ എന്നേക്കാൾ അറിവുള്ളൊരു വ്യക്തി ഇന്ന സ്ഥലത്തുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നൊരു സ്ഥലത്ത് ഇന്ന അടിമയുണ്ടെന്ന് പറയുമ്പോൾ മൂസാ അലൈഹി സ്വലാം ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം, എനിക്കെങ്ങനെ അവിടേക്ക് എത്താൻ പറ്റുന്നു? ആ വ്യക്തിയിലേക്ക് എനിക്കെങ്ങനെ എത്താൻ പറ്റുന്ന ചോദിക്കും. ഇങ്ങനെ ഓരോ നബിമാരുടെ ചരിത്രങ്ങളാണെങ്കിലും സ്വഹാബത്തിന്റെ ചരിത്രങ്ങളാണെങ്കിലും നമ്മുടെ താബീങ്ങളുടെ ചരിത്രം, ഓരോരുത്തരുടെ ചരിത്രങ്ങളും നമ്മൾക്ക് വളരെ വ്യക്തമാക്കി തരുന്നൊരു കാര്യമാണ് ഇൽമിനോടുള്ള താല്പര്യം, അതിനവർ കാണിച്ച പരിശ്രമങ്ങളൊക്കെ. നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ളയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തിൽ 12 ദർസുകൾ അദ്ദേഹം എന്ത് ചെയ്യും? പങ്കെടുക്കും. 12, 1 മണിക്കൂർ, 3/4 മണിക്കൂർ, അരമണിക്കൂർ ദൈർഘ്യമുള്ള 12 ദർസുകൾ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യും? പങ്കെടുക്കും, വ്യത്യസ്ത വിഷയങ്ങളിൽ. അത് ഇന്നത്തെ പോലത്തെ മൊബൈലുള്ള കാലഘട്ടം ആണെങ്കിൽ ഇമാം നവവി റഹിമഹുള്ള 24 മണിക്കൂർ അല്ലെങ്കിൽ 24 ദർസുകൾ അദ്ദേഹം എന്ത് ചെയ്തേനെ? പങ്കെടുത്തേനെ. അന്നെന്ന് പറഞ്ഞാൽ ഈ നേരിട്ട് കിട്ടുന്ന, മുന്നിൽ ചെന്നിരുന്ന് കിട്ടുന്ന ദർസുകളെ ഉള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹം പല സമയങ്ങളിൽ ഉറക്കമൊഴിച്ചും ക്ഷീണമൊഴിച്ചും ഭക്ഷണം കഴിക്കാതെയൊക്കെ പരമാവധി ഒരു ദിവസം 12 ദർസുകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൃത്യമായി പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഹദീസ് അല്ലെങ്കിൽ ദീന്റെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അങ്ങേയറ്റം യാത്ര ചെയ്യുകയും അതിനുവേണ്ടി അങ്ങേയറ്റം ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരൊന്നും ഒരു പ്രത്യേക വിഭാഗക്കാരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകളോ അല്ലെങ്കിൽ
ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന മലക്കുകളോ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാരാണ്. നമ്മൾ ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅ. അല്ലാഹു നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഒന്നും അറിയാത്തവരായിട്ട്. ഓരോരുത്തരെയും. ഒരു വ്യക്തിയും ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കിതാബ് ഓതിയിട്ട് വരുന്നില്ല. എന്തെങ്കിലും ഓതി പഠിച്ചിട്ടല്ല വരുന്നത്. അത് ഇമാം അഹ്മദ് ആയിക്കോട്ടെ, ഇമാം ബുഖാരി ആയിക്കോട്ടെ, ഇബ്നു തൈമിയ്യ ആയിക്കോട്ടെ, ഇബ്നു ഹജർ, ഒരു പണ്ഡിതനും എന്ത് ചെയ്യുന്നില്ല, എന്തെങ്കിലും പഠിച്ചിട്ടല്ല ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വരുന്നത്. അവർക്ക് ഇത്രയധികം അറിവിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്കും സാധിക്കുന്നുള്ളതാണ്. അത് അവർക്ക് മാത്രം പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പക്ഷെ അതിന് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതുകൂടി സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ഇൽമ് കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ മതപരമായ അറിവ്, ശർഈയായ ഇൽമ് നമുക്ക് ലഭിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നാം ഓരോരുത്തരുമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇൽമ് കരസ്ഥമാക്കാൻ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളായിട്ട് പറയാനുണ്ട്. എന്റെ പ്രായം, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ മറ്റ് പ്രയാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റ് പ്രയാസങ്ങൾ. ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ നമുക്ക് പലർക്കും പലതും പറയാനുണ്ടാവും. ശ്രദ്ധിക്കുക, നമ്മുടെ സത്യസന്ധത, ആത്മാർത്ഥത അള്ളാഹുവിനറിയാം. വേറെ ആർക്കും അറിയില്ലെങ്കിലും ഏറ്റവും കൃത്യമായി അള്ളാഹുവിനറിയാം. ഈ സത്യസന്ധതയും ആത്മാർത്ഥതയും അത് കളങ്കമറ്റതാണെങ്കിൽ, കുറ്റമറ്റതാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളെ കൊണ്ട് ഇത് പറ്റൂല നമ്മൾ കരുതണ്ട. ഏറ്റവും ആദ്യം നമ്മൾ മാറ്റേണ്ട ചിന്താഗതി അതാണ്. ഇത് ഇമാം അഹ്മദ് പണ്ഡിതനായി പഠിച്ചു, വലിയ ആലിമായി, ബുഖാരിയായി, ഒക്കെ ശരി തന്നെ. പക്ഷെ എനിക്കങ്ങനെ പറ്റുക എന്ന് ചിന്തിക്കരുത്. അള്ളാഹു സഹായിച്ചാൽ എനിക്കും പറ്റും, ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഖുദ്സിയായ ഹദീസിൽ, ആരാണോ എന്നിലേക്ക് ഒരു ചാണെടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യും? അവനിലേക്ക് ഒരു മുഴം എടുക്കും. ഒരു മുഴം എന്നിലേക്ക് എടുത്താൽ ഒരു ബാ എടുക്കും. ഇത്ര. എന്നിലേക്ക് ഒരാൾ നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. ഈ പറയുന്നതിന് അർത്ഥം എന്താ? ഈ പറയുന്നതിന് അർത്ഥം അത് ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള പരിശ്രമം, ആ പരിശ്രമം സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള ഒരു പരിശ്രമം, ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരെളുപ്പം ആ പരിശ്രമത്തിന്റെ ബാക്കിയായി അള്ളാഹു നമ്മൾക്ക് നൽകും. അല്ലെ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ചൊല്ലായിട്ട് പറയാറുണ്ട്, താൻ പാതി ദൈവം പാതി എന്നൊക്കെ. ഇത് പാതി പാതിയല്ല, ചെറിയൊരു പോയിന്റ്, ചെറിയൊരു കാലുവെപ്പ്, ചെറിയൊരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലന. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം നമ്മുടെ വഴികൾ വ്യക്തമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ ഉറപ്പാണ്. ഇത് ഇത്ര പ്രായമുള്ളവർക്ക് പറ്റൂല, അല്ലെങ്കിൽ ഇത്ര ബുദ്ധി IQ പവർ ഇല്ലാത്തവർക്ക് ഇത്ര പറ്റൂല, അല്ലെങ്കിൽ ഇത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക്, ഇങ്ങനെയൊന്നും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, പരിധി നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾക്ക് ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാനും പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചുള്ള സൂഅ്ദന്ന, തെറ്റിദ്ധാരണ. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മൾ സ്വർഗത്തിൽ വലിയ പദവികളിലേക്ക് എത്താൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനു വേണ്ട പരിശ്രമം, സത്യസന്ധമായ പരിശ്രമം ചെറിയൊരു തരി വന്നു കഴിഞ്ഞാൽ ബാക്കി മുഴുവനും റബ്ബിന്റെ സഹായം ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ സത്യസന്ധമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും.
അല്ലെ? ഇമാം അഹ്മദിന്റെ അടുക്കൽ സലഫുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് സലഫുകൾ നമ്മളെക്കാൾ മുകളിലെത്തിയത്, അല്ലെ? എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, സലഫുകൾ നമ്മളെക്കാൾ മുകളിൽ, നമ്മളെപ്പോഴും താഴെയാണ്. എന്തുകൊണ്ടാണ്? സലഫുകൾ നമ്മളെക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത എന്ത് കാര്യം സലഫുകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഉള്ള എന്ത് ക്വാളിറ്റിയാണ് സലഫുകളിൽ നമ്മളെക്കാൾ കൂടുതൽ മികച്ചതായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം അഹ്മദ് പറയുന്നെന്താ? സിദ്ഖു വൽ ഇഖ്ലാസ്, സത്യസന്ധതയും ഇഖ്ലാസുമാണ്. ബിഹാദാ ഇർതഫഅൽ ഖൗം, ഇത് രണ്ടും കൊണ്ടാണ് എന്ത് ചെയ്തത്? സലഫുകൾ നമ്മളെക്കാൾ മുകളിലായത്. അല്ലാതെ നമ്മളെക്കാൾ കൂടുതൽ കിതാബുള്ള ലൈബ്രറി അവരുടെ വീട്ടിലുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇൽമു പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ടായിരുന്നുകൊണ്ടല്ല, മറിച്ച് സത്യസന്ധതയും ആത്മാർത്ഥതയും സിദ്ഖും ഇഖ്ലാസും അതുള്ളത് കൊണ്ടായിരുന്നു സലഫുകൾ നമ്മളെക്കാൾ മുകളിലായത്. ഈ വിഷയം വളരെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് താഴേക്ക് കഴിഞ്ഞുകൂടിയാൽ പോരാ, എനിക്ക് ഏറ്റവും മുകളിലെത്തണം. സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ ഏറ്റവും നടുവിലെ ഭാഗത്തിൽ, അല്ലെ? വിശ്വാസ സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. എന്താ ചോദിക്കാൻ പറഞ്ഞത്? സ്വർഗത്തിന്റെ ഏറ്റവും താഴെ ഒരു മൂലയ്ക്ക് ഒരു ഭാഗമല്ല ചോദിക്കാൻ പറഞ്ഞു. ഫസ്അലൂഹുൽ ഫിർദൗസ്, ഫിർദൗസ് ചോദിക്കാനാണ് പറഞ്ഞത്. ആ ഫിർദൗസ് എവിടെയാ? സ്വർഗത്തിന്റെ ഏറ്റവും ഫഇന്നഹു അഅലൽ ജന്ന വഔസതുൽ ജന്ന വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന. സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ ഭാഗം, ഏറ്റവും നടുവിലെ ഭാഗം എന്ന് വെച്ചാൽ സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? ഫിർദൗസ്. അത് നമ്മളോട് ചോദിക്കാൻ കൽപ്പിക്കാം. എന്തുകൊണ്ടാ? നമുക്കും അത് കിട്ടും. അത് സ്വഹാബത്തിന് മാത്രമുള്ളല്ല, ശുഹദാക്കൾക്ക് മാത്രമുള്ളല്ല, നമ്മൾക്കും കിട്ടും. എന്നെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടാ പറഞ്ഞു, നമ്മൾക്കും കിട്ടും. നമ്മളൊരാൾ കയറിയത് കൊണ്ട് അവിടെ സ്ഥലമില്ലാതാകുന്ന ഒരു അവസ്ഥ ഫിർദൗസിലില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. കുറെ ആളുകളൊക്കെ കയറിയില്ല, ഇപ്പൊ ഞാനെങ്ങനെ അവിടെ എത്തുക, അവിടെ സ്ഥലം ഒക്കുവോ, നമ്മൾ കരുതണ്ട. നമ്മൾക്കും ഫിർദൗസിൽ സ്ഥലമുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക്. അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൽമു കരസ്ഥമാക്കുക, അല്ലെങ്കിൽ ഒരുപാട് അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത്, അതിനെ തുടർന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിന്റെ പുറകിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി നമുക്ക് കരസ്ഥമാക്കണമെന്നുള്ളതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് കരസ്ഥമാക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഒരു വ്യക്തി അവന് ലഭിച്ച ഇൽമു കൊണ്ട് അമലാക്കുമ്പോഴാണ് അവൻ ആലിമായി തീരുന്നത്. ശ്രദ്ധിക്കണം. ഒരു വ്യക്തി അവന് ലഭിച്ച ഇൽമു കൊണ്ട് അമലാക്കുമ്പോഴേ അവൻ ആലിമാകുന്നുള്ളൂ. അവൻ ആ വിഷയം, ആ ഇൽമു അമലാക്കാത്തിടത്തോളം അവൻ ജാഹിലാണ്. ഒരു വ്യക്തി അവന് ലഭിച്ച ഇൽമു, ആ ഇൽമു കൊണ്ട് അവൻ അമലാക്കാത്തിടത്തോളം അവൻ ജാഹില് തന്നെയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൽമു പഠിക്കുന്നതിന്റെ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നമ്മൾക്ക് സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവികൾ ലഭിക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സബബാണെന്ത്? ഇൽമു പഠിക്കുന്നതിനനുസരിച്ച് അമലുകൾ വർദ്ധിക്കാമെന്ന്. ഇൽമു പഠിക്കുന്നതിനനുസരിച്ച് അമലുകൾ വർദ്ധിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. സലഫുകൾ അവർ പറയാറുണ്ട്, താബീങ്ങളൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇൽമു പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കണം, പല നാടുകളിലേക്ക് പോകണം. ആ ഇൽമു പഠിക്കാൻ ഒരാൾ പോയി കഴിഞ്ഞാൽ
ആ പോയൊരു വ്യക്തിയും പിന്നെ ബാക്കിയുള്ള ആളുകളും ഒരേപോലെ ആയിരിക്കൂല ഇബാദത്തിന്റെ കാര്യത്തിൽ. ഇൽമിന്റെ വിഷയത്തിൽ വേറെ പല കാര്യങ്ങളും കൂടുതലായി പഠിക്കും, പല ഹദീസുകളും ഹിഫ്ളാക്കും ഒക്കെ ചെയ്യും. പക്ഷെ അവർ പറയുന്ന വ്യത്യാസം ശ്രദ്ധിക്കണം. അവര് വിലയിരുത്തുന്നത് ഒരു ഒരു ത്വാലിബുൽ ഇൽമിനെ അവര് വ്യതിരിക്തമായ ഇതിന്റെ വ്യത്യാസം അവർ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. അവൻ പഠിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവന്റെ അമലിൽ വ്യത്യാസം വരുന്ന അവർ പറയാം. എന്നുവെച്ചാൽ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഇബാദത്തും സാധാരണക്കാരുടെ ഇബാദത്തും തമ്മിൽ വേറെ തന്നെ അറിയാൻ സാധിക്കും. അത് എണ്ണത്തിലായിക്കോട്ടെ വണ്ണത്തിലായിക്കോട്ടെ, എല്ലാ തരത്തിലും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നതിലായിക്കോട്ടെ, ഇബാദത്ത് ചെയ്യുന്നത് കുറ്റമറ്റ രൂപത്തിൽ ചെയ്യുന്നതിലായിക്കോട്ടെ, എല്ലാ തരത്തിലും ഒരു ദീൻ പഠിക്കുന്ന ഇൽമുള്ള ഒരാളുടെ അമലും ഇൽമില്ലാത്ത ഒരാളുടെ അമലും ഒരിക്കലും എന്താവൂല, സമ ആകരുത്. അങ്ങനെ സമ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഇൽമ് അവന് ഉപകാരപ്പെടുന്ന നാഫിയായ ഇൽമല്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് കിട്ടുന്ന അറിവ് അത് ഉപകാരപ്രദമായ അറിവാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയാണെന്ത്, നമുക്ക് ഇൽമ ലഭിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ പഠിക്കാൻ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് താമസിച്ച് പഠിക്കുന്ന പല വിദ്യാർത്ഥികൾ, ഇവരിൽ പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ച് അവന് കൃത്യമായ ബോധ്യമുണ്ട്. എന്റെ നിസ്കാരം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ പഠിച്ചിത്രയും വർഷം കഴിഞ്ഞ് എന്റെ ഇപ്പോഴത്തെ നിസ്കാരവും അതുപോലെ തന്നെ ആണെങ്കിൽ എന്റെ ഇൽമ എനിക്ക് എന്തല്ല ഉപകാരപ്പെട്ടിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാൻ പറ്റും. മുമ്പ് ദീൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതെനിക്ക് യാതൊരു സ്വാധീനവും ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്കത് യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ലെങ്കിൽ എനിക്കെന്റെ ഇൽമ ഉപകാരപ്പെട്ടിട്ടില്ല. ഇൽമ് അതിന്റെ റഅസ് തല എന്നുള്ളത് ഇൽമ് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷിയായിട്ട് വിശദീകരിക്കുമ്പോൾ ആ പക്ഷിയുടെ തലയാണെന്ത്, അമല്. അമലില്ലെങ്കിൽ ആ പക്ഷിയില്ല, ഇൽമില്ല. അപ്പൊ ഒരാൾക്ക് ഇൽമ കൂടുന്നതിനനുസരിച്ച് അമല് വർദ്ധിക്കുന്നില്ലെങ്കിൽ അവന്റെ ഇൽമ അവന് ഉപകാരപ്രദമായിട്ടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനം. നമ്മളെപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു അടിസ്ഥാനമാണ്. നമ്മൾ എത്ര കിതാബ് നമ്മൾ വായിച്ചു തീർത്തു എന്നുള്ളതിലല്ല കാര്യം, എത്ര ദർസുകൾ നമ്മൾ കേട്ട് തീർത്തു എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് എത്ര എനിക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതിലാണ് കാര്യം. എന്റെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വന്നു എന്നുള്ളതിലാണ് കാര്യം. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ അറിയോ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ സ്വഹാബത്തിന് ഏറ്റവും അധികം അവരെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ടൊരു അവരുടെ പ്രത്യേകതയാണെന്ത്, സ്വഹാബത്തിൽ ഒരു ഇൽമ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ അമലായി കാണാൻ സാധിക്കും. ശ്രദ്ധിക്കണേ, സ്വഹാബത്തിന് ഒരു ഇൽമ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ അമലായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇതൊരു ദിവസം ആ സംഭവം വലിയൊരു സംഭവമാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു രാത്രി പോലും ഈ 3 ദിക്റുകൾ ചൊല്ലാതെ അലി റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ല. സിഫീൻ യുദ്ധത്തിൽ അന്ന് പോലും അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു രാത്രിയായിരുന്നു സിഫീൻ യുദ്ധത്തിന്റെ രാത്രി. ആ രാത്രി പോലും അത് സ്വഹാബത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആള്, കാരണം അവർ കൂടുതൽ അമലുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ ജുവൈരിയ റളിയല്ലാഹു അൻഹ ആണെന്റെ ഓർമ്മ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ. അവർ റിവായത്ത് ചെയ്യുന്നൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ഫർള് നിസ്കാരത്തിന് പുറമെ ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുന്നുള്ള ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞിട്ട് അവര് എന്ത് ചെയ്യണം, റിവായത്തിൽ ബാക്കി ഹദീസിന്റെ തുടർച്ചയായി പറയാണ്, ഇത് കേട്ടതിൽ പിന്നെ ഒരു ദിവസം പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, 12 റക്അത്ത് നിസ്കരിക്കാത്ത ഒരു ദിവസം പോലും എന്നിലൂടെ കടന്നുപോയിട്ടില്ല, ഒരു ദിവസം പോലും. ഇങ്ങനെ നമ്മൾക്ക്
കിട്ടുന്ന ഇൽമുകളൊക്കെ അമലാക്കാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഇൽമുള്ളവരായിത്തീരുക. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എത്രത്തോളം അബൂ ഹാത്തിം റാസിയൊക്കെ പറയാറുണ്ട്, ഇൽമു കിട്ടുന്ന ഇൽമു അത് ഹിഫ്ളാക്കാൻ, മനഃപ്പാടമാക്കി വെക്കാൻ ഞങ്ങൾ അമല് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, സഹായം തേടാറുണ്ട്. എന്നുവെച്ചാൽ അമലാക്കിയാൽ കിട്ടുന്ന ഇൽമു എന്തായി, മനഃപ്പാടമായി. അമലാക്കിയില്ലെങ്കിലോ അത് മറന്നും പോയി. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന് ചേർത്തി പറയാനുള്ള കാരണം, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് നിങ്ങളുടെ ഇൽമ്. നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടാവും, അത് നിങ്ങളുടെ ഇൽമല്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മക്തബ ഷാമിലിൽ എല്ലാ കിതാബുകളും ഉണ്ടാവും. നിങ്ങൾ യൂട്യൂബ് കയറിയാൽ നിങ്ങളുടെ എല്ലാ ഷെയ്ഖുമാരുടെ ദർസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതൊന്നും നിങ്ങളുടെ ഇൽമല്ല, നിങ്ങളുടേതല്ല. നിങ്ങളുടെ ഇൽമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൽബിൽ എന്താണുള്ളത് അതാണ് നിങ്ങളുടെ ഇൽമ. നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് എന്താണോ അതാണ് നിങ്ങളുടെ ഇൽമ അല്ലേ? പല ആളുകളും പല സലഫുകളും പറയാറുണ്ട്, എന്താ, നിങ്ങൾ ഖബറിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ എന്താ ഉണ്ടാവുക അതാണ് നിങ്ങളുടെ ഇൽമ ഇല്ലേ? നമ്മൾ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഇൽമ പഠിക്കാനുള്ള ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത്. ഈ ആഖിറത്തിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ഖബർ. ഖബറിൽ പ്രവേശിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു കിതാബുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രവേശിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് എന്താണോ അതാണ് നമ്മുടെ ഇൽമ. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടുള്ള പ്രസിദ്ധമായ ഒരു വാക്കാണെന്ത്, മാതാ യസ്നഉ അഅദാഇ ബി, എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കാനാണ്. അദ്ദേഹം ആ പറഞ്ഞിട്ട് യുദ്ധത്തിൽ ഈ ജയിലിൽ പ്രവേശിക്കപ്പെടുമ്പോൾ, തടവറയിൽ അടയ്ക്കപ്പെടുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്ന വാക്കെന്തെന്നറിയോ? ഇത് പറഞ്ഞിട്ട് ഫഇന്ന ജന്നതി ഫീ സദരി, കാരണം എന്താ, എന്റെ ജന്നത്ത് എന്റെ ഹൃദയത്തിലാണ്. അവരെനിക്ക് ഒരു കിതാബും മുസ്ഹഫ് തന്നിട്ടില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ഖുർആന്റെ ആയത്തുകൾ മനഃപ്പാടാണ്, ഹദീസുകൾ മനഃപ്പാടാണ്, വിഷയ മസലകൾ മനഃപ്പാടാണ്. ഇവിടെ തന്നെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഖുർആൻ ഒരു തലം മുതൽ മറ്റേ തല വരെ ഓതാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ ജന്നത്ത് എന്റെ ഹൃദയത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നത് അതാണ് ഇൽമ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് എത്രത്തോളം ഹിഫ്ളുണ്ടോ അത്രത്തോളം നമുക്ക് ഇൽമുള്ളൂ. നമ്മൾ ഹിഫ്ളാക്കുന്നതിൽ അലംഭാവം കാണിക്കരുത് ഒരിക്കലും. അങ്ങേ എത്രത്തോളം നമുക്ക് ഹിഫ്ളാക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ ഹിഫ്ളാക്കണം. പിന്നെ ഈ പക്ഷി, നമ്മൾ നേരത്തെ പറഞ്ഞ പക്ഷി, അതിന്റെ തല അമല്, ഒരു ചിറക് ഹിഫ്ള്, മറ്റേ ചിറകാണ് ഫഹ്മ്. ഫഹ്മ് പിന്നെ നമുക്കറിയാം, മനസ്സിലാക്കാന്നുള്ള എന്താണ് വിഷയം എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഫഹ്മ്. ഒരു കാര്യം പറഞ്ഞ അവസാനം സമയമായി. ഹിഫ്ള് വളരെ പ്രയാസമുള്ള, പലർക്കും കടിച്ചാ പൊട്ടാത്തൊരു കാര്യമാണ് ഹിഫ്ള്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിരുന്ന് കാര്യം കേട്ട് മനസ്സിലാക്കി സംശയമൊക്കെ ചോദിച്ച് അത് ക്ലിയർ ആക്കിയാൽ ഫഹ്മായി, വിഷയം കഴിഞ്ഞു. പക്ഷെ ഹിഫ്ള് അങ്ങനല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കുക, എത്ര വയസ്സുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ ഒരു വഴിയുണ്ട് ഹിഫ്ള് മറന്നു പോകാതിരിക്കും. എല്ലാവർക്കും പ്രയാസം എന്താ, ഹിഫ്ള് ആക്കി കിട്ടാനല്ല. ഹിഫ്ള് ആക്കി കിട്ടാൻ മിക്ക ആളുകൾക്ക് എളുപ്പമാണ്. പക്ഷെ അത് ഹിഫ്ളായത് നിലനിർത്താനാണ് എല്ലാവർക്കും പ്രയാസം. അതിന് സിമ്പിളായിട്ടുള്ള വഴിയുണ്ട്, ഒരു എളുപ്പ വഴി. എന്താന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ഖുർആൻ ഒരു സൂറത്ത് ഹിഫ്ളാക്കുക. ആ സൂറത്ത് നമ്മൾ ഇങ്ങനെ ഹിഫ്ളാക്കി നമ്മൾ കഴിഞ്ഞ്, ഞാനത് എന്റെ ഹിഫ്ളായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആ മുസ്ഹഫ് അടച്ചു വെക്കൂലേ, കഴിഞ്ഞു എന്റെ ഹിഫ്ളായി അവസാനിച്ചു എന്ന് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെയാണ് ആ എളുപ്പവഴി നമ്മൾ പ്രയോഗിക്കേണ്ടത്. ആ സൂത്രം അവിടെ നമ്മൾ ആ അടച്ചു വെച്ച് മുസ്ഹഫ് അവിടെ വെച്ച് എഴുന്നേറ്റ് പോയി അടുത്ത പണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഇരുന്ന് ആ മനഃപ്പാടമാക്കിയത് മനസ്സിൽ നോക്കാതെ 20 തവണയെങ്കിലും ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യാം, ആദ്യം മുതൽ അവസാനം വരെ. അങ്ങനൊന്നും ചെയ്തു നോക്കിയ പിന്നെ മറക്കൂല. ഏറ്റവും ഇനി 20 തവണയെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് ആവർത്തിക്കുക. സൂറത്തുൽ അഅല നമ്മൾ ഓതി പഠിച്ചു, ഹിഫ്ളാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ അടച്ചു വെച്ചതിന്റെ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, 20 തവണ ആ സൂറത്ത് എന്ത് ചെയ്യാം, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 20 ഏറ്റവും മിനിമമാണ് കേട്ടോ, 20ൽ കുറയരുത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 50 ആക്കിക്കോ, അൽഹംദുലില്ലാഹ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. 100 ആക്കാം. സലഫുകളിൽ 1000 തവണ ആവർത്തിക്കുന്നവരുണ്ട്. എത്രത്തോളം ഒരു വ്യക്തി, താബഈ പണ്ഡിതൻ, ഒരു ഹദീസ് ഇങ്ങനെ കേട്ടിട്ട് ആവർത്തിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണം, വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം, കുറേ വട്ടം ആവർത്തിക്കാം. അപ്പൊ ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ അതിലൂടെ നടന്നു പോകുന്നുണ്ട്.
ഈ നടന്നു പോകുമ്പോഴും അവർ ആവർത്തിക്കുന്നത് കേൾക്കുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞിട്ട് അവരെന്തോ ടൗണിൽ പോയി, ചന്തയിൽ പോയി, തിരിച്ചു വരുമ്പോഴും അത്ര സമയം കഴിഞ്ഞിട്ടും ഈ വ്യക്തി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ഹദീസ്. അപ്പൊ ഈ വയസ്സായ സ്ത്രീ പറഞ്ഞു, വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മനുഷ്യ ഈ വെറുതെ ഈ സമയം മെനക്കെടുക്കുന്നത്? ഈ സമയമൊക്കെ നിങ്ങൾ പാഴാക്കി കളയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇത് ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പഠിക്കാം, എത്ര മസാലകൾ വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആവർത്തിക്കുന്നൊക്കെ ഞാൻ പഠിച്ചു, നിങ്ങൾ ആവർത്തിക്കുന്ന കേട്ടിട്ട് ഞാനിത് പഠിച്ചു എന്ന് പറഞ്ഞു ആ സ്ത്രീ, വയസ്സായ സ്ത്രീ. എന്നിട്ട് അവിടെ നിന്ന് ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം? ആ ഹദീസ് ചൊല്ലിക്കൊടുക്കണം. അപ്പൊ അദ്ദേഹം ഒന്നും മിണ്ടൂല. ഒരു മാസം കഴിഞ്ഞിട്ട് ആ സ്ത്രീനെ അവിടെ എന്ത് ചെയ്യും? വീണ്ടും ആ പട്ടണത്തിൽ വെച്ച് കാണും. അപ്പൊ ആ സ്ത്രീനെ അവിടെ വെച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യും? അന്ന് ഞാൻ പറഞ്ഞ ആ ഹദീസ് ഒന്ന് ചൊല്ലിത്താ എന്ന് പറയും. അപ്പൊ ആ സ്ത്രീക്ക് ചൊല്ലാൻ കിട്ടൂല. അപ്പൊ അദ്ദേഹം അവിടെ എന്ത് ചെയ്യും? ആ സ്ത്രീക്ക് തിരിച്ച് ആ ഹദീസ് ചൊല്ലിക്കൊടുക്കുക. അന്ന് ചൊല്ലിയ ഹദീസ് അതേപോലെ തന്നെ ചൊല്ലിക്കൊടുത്തിട്ട് പറയും, അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിക്കണേ, അന്ന് ഞാൻ ചൊല്ലിയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ആ ഹദീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്നാ പഠിച്ചതാണ്, പിന്നെ എന്ത് ചെയ്തിട്ടില്ല? അത് നോക്കിയിട്ടില്ല. അതവിടെ എന്തായി? സ്ട്രോങ് ആയി. ഈ ഒരു കാര്യം വളരെ സിമ്പിളാണ്. ചെറിയൊരു മാറ്റം വരുത്തിയാൽ, ഹിഫ്ളാക്കുന്നതിന്റെ റുട്ടീനിൽ ചെറിയൊരു ശ്രദ്ധ ചെലുത്തിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചത് മറക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നമ്മുടെ ഇൽമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹിഫ്ള് എന്നുള്ളത്, മനഃപ്പാടമാക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമായി എന്നോട് തന്നെയുള്ള നസീഹത്താണ്, പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തരോടുള്ള നസീഹത്താണ്. ഇത് പറയുന്നതിൽ പല വാക്കുകളും വളരെ കടുത്ത വാക്കുകളായി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നസീഹത്ത് മാത്രം ഉദ്ദേശിച്ചു. കാരണം ഈ ഇൽമ് എത്രത്തോളം നിങ്ങൾക്കുണ്ടോ അത്രത്തോളമായിരിക്കും നിങ്ങളുടെ സ്വർഗത്തിലെ ദർജകൾ. ഓരോ പദവികൾ നിങ്ങൾക്ക് ഉയർത്തി കിട്ടുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ ഓരോ ആയത്തോന്നുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക പദവികൾ. ഈ ആയത്തെന്നുള്ളത് അത് ഇൽമിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീകമാണ്. സഹാബത്തിന് ഖുർആനാണ് എന്ത് ഇൽമ്, ഇൽമിന്റെ അസ്ല്. സഹാബത്തിന് ഇൽമ ലഭിക്കാൻ ഖുർആൻ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സഹാബത്തിനോട് ഖുർആൻ എന്ന നിലയ്ക്ക് ഇൽമിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുക. അത് ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം, എത്ര നമ്മൾക്ക് എത്ര ചെറുതായിക്കോട്ടെ, ഒരു ദിവസം എത്ര കുറച്ചായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക? ഇൽമിൽ തുടരുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ, മൻ തലബൽ ഇൽമ ലിയുഹ്യ ബിഹിൽ ഇസ്ലാം ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ. ആരാണോ ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി ഇൽമ പഠിക്കുന്നത് അവൻ സിദ്ദീഖീങ്ങളിൽപ്പെട്ടവനാണ്. അവന്റെ ദറജ നുബുവ്വത്തിന്റെ ദറജയ്ക്ക് തൊട്ട് താഴെയാണ്. അപ്പൊ നമ്മൾ ഇഖ്ലാസ്, വേറൊരു നിയത്ത് നമുക്ക് വേണ്ട. നമ്മൾ ഇസ്ലാമിനെ ജീവിപ്പിക്കാവുന്ന നിയത്ത് മാത്രം, വേറെ ലക്ഷ്യം നമുക്ക് വേണ്ട. ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ദീൻ പഠനത്തിൽ തുടരാം. മരിക്കും വരെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചാണെങ്കിലും നമ്മൾക്ക് സാധിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോൾ മരണപ്പെട്ടാലും നമുക്ക് പ്രശ്നമല്ല. ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ പണ്ഡിതനായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദർജയിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ സഅല അല്ലാഹ ഷഹാദത ബിസിദ്ഖി ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ വഇൻ മാത അലാ ഫിറാശി. ആരാണോ അള്ളാഹുവിനോട് ഷഹാദത്ത്, രക്തസാക്ഷിത്വം, സത്യസന്ധതയോടുകൂടി ചോദിക്കുന്നത്, അള്ളാഹു അവനെ ശുഹദാക്കളുടെ സ്ഥാനത്തേക്ക് എത്തിക്കും, അവൻ വിരിപ്പിൽ കിടന്നിട്ടാണ് മരിക്കുന്നെങ്കിൽ പോലും എന്ന് പറഞ്ഞത് നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഉലമാക്കളുടെ സ്ഥാനം അല്ലെങ്കിൽ ആ ദർജ, നുബുവ്വത്തിന് തൊട്ട് താഴെയുള്ള ദർജ, അത് നമ്മൾ റബ്ബിൽ സത്യസന്ധമായി ചോദിക്കാം. നമ്മൾക്ക് സാധിക്കുന്നതിന് പരമാവധി നമ്മൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആലിമുമായിട്ടില്ല, ഒരു ത്വാലിബിലും ഒന്നും ആയിട്ടില്ലെങ്കിലും നമ്മൾ ആ അവസ്ഥയിലേക്ക് റബ്ബെത്തിക്കും, ഏറ്റവും വലിയ പദവിയിലേക്ക്. അത് മാത്രം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം, ആഗ്രഹം, പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ? നമ്മൾ ഓരോരുത്തരെയും, ഈ ഇരിക്കുന്ന എല്ലാവരെയും എന്ത് ചെയ്യട്ടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഓരോരുത്തരെയും ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.